നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി അൻവറും അഫാസും യാത്രയായി. മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അഫാസും അൻവറും മുങ്ങി മരിച്ചത്. ചെർക്കള ബേവിഞ്ച കുന്നിൽ 5 കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കത്തിനശിച്ചു. അപകടത്തിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിങ്ങുകൾ തടയും. യോഗോത്സവം 2025 ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഴക്കാലം എത്താറായിട്ടും മഞ്ചേശ്വരത്തെ സുറുമാത്തോട് വൃത്തിയാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി അൻവറും അഫാസും യാത്രയായി. മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അഫാസും അൻവറും മുങ്ങിമരിച്ചത്. മരണം ഉൾക്കൊള്ളുവാൻ കഴിയാതെ തേങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. മാണിക്കോത്ത് വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു 9 വയസ്സുകാരൻ അഫാസും 10 വയസ്സുകാരൻ അൻവറും 12 വയസ്സുകാരൻ ഹാഷിമും. അഫാസും അൻവറും ഒരു നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി മരണത്തിന് കീഴടങ്ങി. അൻവറിന്റെ സഹോദരൻ ഹാഷിം മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അൻവറിന്റെയും ഹാഷിമിന്റെയും ഇളയ സഹോദരൻ അജ്വത് കുളത്തിലിറങ്ങാതെ കരയിൽ നിന്നു. 3 പേരും മുങ്ങിത്താഴുന്നത് കണ്ട അജ്വത് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് 3 പേരെയും കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഫാസിന്റെയും അൻവറിന്റെയും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നിരുന്നു. അൻവറിന്റെ മാതാപിതാക്കൾ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഉമ്മയുടെ മാതാവിന്റെ കൂടെ മടിയനിലാണ് കുട്ടികൾ താമസിക്കുന്നത്. ചിത്താരി ഹിമായത്തുൽ ഇസ്ലാം UP സ്കൂൾ 4ാം തരം വിദ്യാർത്ഥികളാണ് അൻവറും അഫാസും. നാടൊന്നാകെ വിറങ്ങലിച്ചു പോയ നിമിഷങ്ങൾക്കാണ് വ്യാഴാഴ്ച വൈകുന്നേരം മാണിക്കോത്ത് സാക്ഷ്യം വഹിച്ചത്. തോരാത്ത കണ്ണീരായി മാറുകയാണ് അഫാസിന്റെയും അൻവറിന്റെയും മരണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ചെർക്കള ബേവിഞ്ച കുന്നിൽ 5 കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കത്തി നശിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂ മുംബൈയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന CNG കാറാണ് കത്തി നശിച്ചത്. ചെർക്കള കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന 5 കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ന്യൂ മുംബൈയിൽ നിന്നും കണ്ണൂർ കണ്ണപുരത്തേക്ക് CNG കാറിൽ പോവുകയായിരുന്നു ഇവർ. ചെർക്കള പുലിക്കുണ്ടിനടുത്ത് വെച്ച് കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ഇക്ബാൽ അഹമ്മദ് കുട്ടി പെട്ടെന്ന് കാർ നിർത്തി അതിലുണ്ടായിരുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്നു. തിരക്കിട്ട് കാറിൽ നിന്നിറങ്ങിയതിനാൽ കയ്യിൽ കരുതിയിരുന്ന പണവും മൊബൈൽ ഫോണുകളും ക്യാമറയും മറ്റും കത്തി നശിച്ചുവെന്ന് പറയുന്നു. കത്തി നശിച്ചവയിൽ 62,500 രൂപയും 4 പവൻ സ്വർണ്ണാഭരണവും 2 മൊബൈൽ ഫോണും ക്യാമറയും ഉണ്ടെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 53 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 5 പരാതികൾ തീർപ്പാക്കി. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. വനിതാ കമ്മീഷൻ്റെ കാസർഗോഡ് സിറ്റിംഗിൽ ഇന്ന് ടോട്ടൽ 53 കേസാണ്. അതിൽ 5 പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട്. 47 കേസ് അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബ അന്തരീക്ഷത്തിൻ്റെ അരക്ഷിതാവസ്ഥ സ്ത്രീ ജീവിതത്തെ വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിനകത്തെ പുരുഷന്മാരുടെ ജീവിത രീതികൾ നിമിത്തം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീയെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം മൂലം ശാരീരിക അതിക്രമം വീട്ടന്തരീക്ഷത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരുന്നുണ്ട്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉള്ള ശേഷി നമ്മളെ കുടുംബാംഗങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട്.
വരുമാനത്തിൽ കൂടുതൽ ചെലവ് വരുന്ന രീതിയിൽ പല കുടുംബങ്ങളും പിന്തുടരുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ചില കുടുംബങ്ങളിൽ രൂപപ്പെടുന്നു. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന സദാചാര അക്രമങ്ങൾ തികച്ചും തെറ്റായതും തിരുത്തേണ്ടതുമാണ്. പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള പരാതികൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ജെൻഡർ ഈക്വാലിറ്റി രൂപപ്പെട്ടു വരുമ്പോൾ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ചില കോണിൽ നിന്ന് നിരന്തരം നടക്കുന്ന ശ്രമം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ജാതിയോ മതമോ വർഗപരമായിട്ടോ ഉള്ള ഒരു വേർതിരിവും ഭരണഘടനാപരമായി തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന് കുറെ കൂടി ഉയർന്ന രീതിയിൽ ഉള്ള ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് കേരള വനിതാ കമ്മീഷൻ ബോധവൽക്കരണ ക്ലാസുകൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം തൊട്ട് വനിതാ കമ്മീഷൻ സ്റ്റേറ്റ് സെമിനാറുകളും അതുപോലെ തന്നെ ജില്ലാ സെമിനാറുകൾ, സബ് ജില്ലാ സെമിനാറുകൾ, ജാഗ്രതാ സമിതി പരിശീലനം, സ്കൂൾ കുട്ടികൾക്ക് കലാലയ ജ്യോതി, ഉണർവ്, അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിങ്ങുകൾ തടയുമെന്നും അധികൃതർ പറഞ്ഞു. തൃക്കരിപ്പൂർ ടൗണിൽ ട്രാഫിക് സംവിധാനം കർശനമാക്കുവാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറാത്തതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടത്. തൃക്കരിപ്പൂരിലെത്തുന്ന മുഴുവൻ ബസ്സുകളും രാത്രി 7 മണിവരെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കണം. ബസ്സുകൾ കയറുന്നതിന് തടസ്സമായി നിൽക്കുന്ന അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും ധാരണയായി. ബീരിച്ചേരി മുതൽ തങ്കയമുക്ക് വരെയുള്ള റോഡരികിലുള്ള അനധികൃത പാർക്കിങ്ങുകൾ ഒഴിവാക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ഇനി മുതൽ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ, ചന്ദേര SI എം സുരേഷൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TV ഗിരീഷ്, വില്ലേജ് ഓഫീസർ TV സന്തോഷ് കുമാർ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളായ എം അസിനാർ, AV പ്രദീപ് കുമാർ, T ലക്ഷ്മണൻ, വി രതീഷ് കുമാർ, C രവി, PV പത്മനാഭൻ, KV രവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. യോഗാസന കാസർഗോഡ് യോഗോത്സവം 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന് കീഴിൽ യോഗാസന ഭാരത് പദ്ധതിയുടെ കേരള ഘടകമായ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ ഘടകം യോഗാസന കാസർഗോഡ് യോഗോത്സവം 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി യോഗാസന ക്വിസ്, ചിത്രരചന മത്സരങ്ങളും യോഗ പരിശീലനവും നടക്കും. കൂടാതെ ഭക്ഷ്യമേള, പുരാവസ്തു പ്രദർശനം, യോഗ നൃത്ത പ്രദർശനം, ശാരദ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവയുമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധർ തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങൾ, കുട്ടികൾക്ക് ഗണിതവും ശാസ്ത്രവും ആസ്പദമാക്കിയുള്ള കളികൾ, പുരാതന ഗാർഹിക കൃഷി വാദ്യ കളി ഉപകരണങ്ങളുടെ പ്രദർശനം, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, ആധ്യാത്മിക ചിത്രങ്ങളുടെ പ്രദർശനവും വിപണനവും തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. യോഗാസന ജില്ലാ പ്രസിഡന്റ് രവിശങ്കര നെഗലഗുളി, ജനറൽ സെക്രട്ടറി തേജകുമാരി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗണേഷ്, പ്രദീപ് കുമാർ ഷെട്ടി ബേള, നീർച്ചാൽ MSc HSS സ്കൂൾ PTA പ്രസിഡന്റ് സുകുമാര കുതിരേപ്പാടി, യോഗാസന കാസർഗോഡ് ജില്ലാ അംഗം വിനയപാൽ, പ്രതിഭ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കാലമെത്താറായിട്ടും മഞ്ചേശ്വരത്തെ സുറുമാത്തോട് വൃത്തിയാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. സുറുമാത്തോടിൻ്റെ നവീകരണത്തിനായി 1,30,00,000 രൂപയുടെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് പരിധിയിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് സുറുമത്തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ.
ചാലുകളിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കർഷകരുടെ വയലുകളിലേക്ക് പ്രവേശിക്കുകയും വിളനാശത്തിന് കാരണമാവുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ പ്രതിസന്ധിയിലായത്. സുറുമത്തോടിന്റെ നവീകരണത്തിനായി ഏകദേശം 1,30,00,000 രൂപയുടെ ഫണ്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ശുചീകരണ വികസന പ്രവർത്തനങ്ങളോ ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഓരോ മഴയിലും സുറുമത്തോടിലെ വെള്ളം വയലുകളിലേക്ക് ഒഴുകി കൃഷിയെ പ്രതിസന്ധിയിലാക്കാറുണ്ട്. ഇത്തവണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ ദുഷ്കരമായി. അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തതിൽ പ്രാദേശിക കർഷകരും പ്രതിഷേധത്തിലാണ്. മഴ വരുമ്പോൾ തണ്ണിയെല്ലാം ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ കൃഷിയാക്കാനാണില്ല. മീത്ത തന്നെ കച്ചറ വരുമ്പോൾ ബ്ലോക്ക് ആയിട്ട് തണ്ണിയെല്ലാം ഉള്ളിലേക്ക് വരുന്നു, കണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. കഴിഞ്ഞ കുറി കുറേ നഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഇപ്പോൾ ഈ കുറി കൃഷിയാക്കാൻ കഴിയുമോ? ഈ കുറി കൃഷി നോക്കണം. മഴ ഇങ്ങനെ ആക്കുന്നു, പിന്നെ ജോറ് വന്നെങ്കിൽ എന്താക്കാനാന്നില്ല. കൃഷി ആക്കി പിന്നെ മഴ വന്നെങ്കിൽ എന്താക്കാനാന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നു. ഈ കച്ചറ തോട്ടിലെന്ന് പറയുമ്പോൾ തോട് പിന്നെ തണ്ണി ബ്ലോക്ക് നമുക്ക് തോട് പൊട്ടിക്കും. 1,30,00,000 പാസ്സായ ഈ തോടുക്ക് ഇതുവരെ ഇത് 3ാം വാർഡിൽ പെട്ടത്. ഇതുവരെ ഇതിൻ്റെ പണിയോ എന്തോ എന്ന് എടുക്കാതാണ് ഉള്ളത്. അപ്പോൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ വ്യക്തിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇതാക്കുന്നവർ ഇതിന് ഒരു വികസന ഒരു ഇല്ല. ഓരോന്നാണ് കൃഷിയാക്കണം, എങ്ങനെ കൃഷിയാക്കണം എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്നത് ഇതാക്കേണ്ടത് വിഷയത്തിൽ വേറെ ഒന്നുമല്ല. കാരണം ഇത്രയും ഉള്ള കൃഷിയാക്കുന്ന എല്ലാം നശിച്ചു പോകുന്ന വിഷയമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്ര ഈ മാലിന്യം വെച്ചിട്ടാണ് ഈ കൃഷിയാക്കുന്നത്. എങ്ങനെയാണെന്നിട്ടൊന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ മതി. ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഈ സാഹചര്യം പരിഹരിക്കണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതിയും കർഷകരുടെ ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പതിറ്റാണ്ടുകളായുള്ള പോലീസ് സേനയിലെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വേളയിൽ കാൽപന്ത് കളിയോടുള്ള കമ്പം കാട്ടി 3 പോലീസ് ഉദ്യോഗസ്ഥർ. ഒരാഴ്ച കഴിഞ്ഞ് സേവന കാലാവധി പൂർത്തീകരിക്കുന്ന CK മുരളീധരൻ, K രമേശൻ, KV ജയചന്ദ്രൻ എന്നിവരുടെ താൽപ്പര്യത്തിൽ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ തല പോലീസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പോലീസ് സേനയിൽ 25 മുതൽ 30 വർഷം വരെ വിവിധ സ്റ്റേഷനുകളിൽ സേവനം ചെയ്തു വരുന്ന കരിവള്ളൂർ മധുരക്കോട് സ്വദേശിയും നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ SIയുമായ CK മുരളീധരൻ, ചീമേനി സ്റ്റേഷനിലെ SI K രമേശൻ, പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയും ചന്തേര സ്റ്റേഷനിലെ SIയുമായ KV ജയചന്ദ്രൻ എന്നിവർ ഈ മാസം വിരമിക്കുന്നതിന് മുന്നോടിയായാണ് സേനാംഗങ്ങളുടെ ഫുട്ബോൾ മത്സരം നടന്നത്. കാൽപന്ത് കളിയെ ഏറെ ഇഷ്ടപ്പെടുന്ന 3 പേരിൽ മുരളീധരനും ജയചന്ദ്രനും ഷോർട്സും ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് സ്വന്തം സ്റ്റേഷൻ ടീമുകൾക്ക് വേണ്ടി പടന്ന ടൗണിലെ ഫുട്ബോൾ സിന്തറ്റിക് ടർഫിൽ കളിക്കാനിറങ്ങിയപ്പോൾ രമേശൻ ടീമുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിവിഷന് കീഴിലെ ചന്തേര, ചീമേനി, നീലേശ്വരം, തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് ടീമുകളാണ് ഏറ്റുമുട്ടിയത്. നീലേശ്വരം, ചീമേനി, ചന്തേര പോലീസ് സ്റ്റേഷനുകൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഫുട്ബോൾ മത്സരം ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകരമായ യാത്രയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യം പോലീസ് ജീവിതത്തിന് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ സജീവമായി ജീവിതം മുന്നോട്ട് പോകാൻ അവർക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ഈ മത്സരം നിങ്ങളെല്ലാം അനുഭവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം. ചന്തേര പ്രിൻസിപ്പൽ SI KP സതീഷ് അധ്യക്ഷത വഹിച്ചു. SI NK സതീഷ് കുമാർ, പ്രൊബേഷൻ SI CR മൗഷിമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ M സുധീഷ് എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ മത്സരത്തിന് SIമാരായ K രാമചന്ദ്രൻ, M സുരേഷൻ, C മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. വാശിയേറിയ ഫുട്ബോൾ മത്സരത്തിൽ ചീമേനി പോലീസ് സ്റ്റേഷൻ ടീം ജേതാക്കളായി. കോസ്റ്റൽ പോലീസ് ടീം റണ്ണേഴ്സപ്പായി. ചന്തേര പോലീസ് ഇൻസ്പെക്ടർ സമ്മാനദാനം നിർവഹിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂഡ്ലു പച്ചക്കാട്ട് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. RSS ജില്ലാ സംഘചാലക് K പ്രഭാകരൻ താക്കോൽ കൈമാറി. BMS ജില്ലാ കമ്മിറ്റി കൂഡ്ലു പച്ചക്കാട്ട് നിർമ്മിച്ച വീടിന്റെ താക്കോൽ RSS ജില്ലാ സംഘചാലക് K പ്രഭാകരൻ കൈമാറി. വീണക്കൊക്കെ വേണ്ടി BMSന്റെ പ്രവർത്തകർക്കെല്ലാം സതുദ്ദേശത്തിന് വേണ്ടി സംഘടിക്കാനും സാമ്പത്തിക സമാഹരണം നടത്തി അവർക്ക് ഒരു വെയിലും മഴയും കൊള്ളാത്ത ഒരു വീട് സമ്പാദിച്ചു കൊടുക്കാൻ സാധിച്ചത് നമ്മൾക്ക് കിട്ടിയൊരു മഹാഭാഗ്യമാണ്. ആ അമ്മയ്ക്ക് നമ്മൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. ഇങ്ങനെ കുറേ അമ്മമാർ നമ്മളെ നാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്.
അവർക്കെല്ലാവർക്കും തണലേകാൻ BMSന്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് BMS സംസ്ഥാന ഉപാധ്യക്ഷൻ P. മുരളീധരൻ, ജില്ലാ സെക്രട്ടറി KV ബാബു, പ്രസിഡന്റ് ഉപേന്ദ്ര കോട്ടക്കണി, സെക്രട്ടറി P. ദിനേശ് പമ്പ്രാണ, ജോയിന്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ, ഹരീഷ് കുതിരപ്പാടി, മേഖലാ അധ്യക്ഷൻ ബാലകൃഷ്ണൻ നെല്ലിക്കുന്ന്, സെക്രട്ടറി ബാബുമോൻ ചെങ്കള, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർ P. രമേശ്, വാർഡംഗം രാധ പച്ചക്കാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പെരിയ നവോദയ നഗറിൽ നിർമ്മാണം നടക്കുകയായിരുന്ന സർവീസ് സ്റ്റേഷന്റെ മാലിന്യക്കുഴിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. ഒഡീഷ സ്വദേശി ഡെംബുവിൻ്റേതാണ് മൃതദേഹമെന്നാണ് ബേക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൃതദേഹം ഡെംബുവിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിനു വേണ്ടി DNA പരിശോധന നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. മെയ് 16-നാണ് നവോദയ നഗറിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് സ്റ്റേഷന്റെ മാലിന്യക്കുഴിയിൽ യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം സ്ഥിരീകരിച്ചിട്ടില്ല. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കുവാൻ കഴിയൂവെന്നാണ് ഫോറൻസിക് വിഭാഗം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കാൽമുട്ടിന്റെ ചിരട്ട ഭാഗം സ്ഥാനം തെറ്റിയതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് സംശയിക്കുന്നത്. മാലിന്യക്കുഴിക്ക് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ പണിക്കായാണ് ഡെംബു മെയ് 5-ന് ഒഡീഷയിൽ നിന്നും എത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്ന് രാത്രി ഇയാളെ കാണാതാവുകയും കൂടെയുണ്ടായിരുന്നവർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചില്ലെന്നും പറയുന്നു. മൃതദേഹം ഡെംബുവിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിന് DNA പരിശോധന നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. വിവരം ബന്ധുക്കളെ അറിയിക്കുകയും DNA പരിശോധനയ്ക്ക് അയക്കുവാൻ സാമ്പിൾ നൽകുന്നതിനായി മരിച്ചയാളുടെ മകനെ പോലീസ് ബേക്കലിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മകൻ എത്തുന്നതോടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പളയിൽ മൃതപ്രായനായി മാലിന്യങ്ങൾക്ക് നടുവിൽ താമസിച്ചിരുന്ന വിനോദ് കുമാറിന് ഇനി ഇർഫാന ഇക്ബാൽ സംരക്ഷണമേകും. പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഷെയ്ഖ് സായിദ് വൃത്തമന്ദിരം സ്ഥാപകയും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാൽ മരണത്തോട് മല്ലിടുകയായിരുന്ന വിനോദ് കുമാറിനെ ഏറ്റെടുത്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ മൃതപ്രായനായി തീർത്തും ദുരിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി വിനോദ് കുമാർ എന്ന മധ്യവയസ്കനെയാണ് മഞ്ചേശ്വരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ അഭ്യർത്ഥന മാനിച്ച് ഷെയ്ഖ് സായിദ് വൃത്തമന്ദിരം സ്ഥാപകയും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹുസൈൻ മുഹമ്മദ് കുഞ്ഞിയും ഉമ്പായി പെരിങ്കടിയും പൊതുപ്രവർത്തകരായ റഫീഖ് തംസീം, മാധ്യമപ്രവർത്തകൻ ലത്തീഫ് ഉപ്പള എന്നിവരുടെ നേതൃത്വത്തിൽ വിനോദ് കുമാറിനെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയും വൃദ്ധമന്ദിരത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് കുമാർ കഴിഞ്ഞ 35 വർഷമായി ഉപ്പളയിൽ ജോലി ചെയ്തു വന്നിരുന്നയാളാണ്. ശാരീരിക അസ്വസ്ഥതകൾ കാരണം മാസങ്ങളായി ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം. ഇതോടെ അന്നവും മുട്ടി. പിന്നീട് ഉപ്പള ടൗണിലെ പ്രോമിസ് ഹോട്ടലിൻ്റെ മുകൾ വശമുള്ള കെട്ടിടത്തിൻ്റെ മൂലയിൽ വാസമുറപ്പിക്കുകയും ഭക്ഷണം ലഭിക്കാതായപ്പോൾ അവശത കാരണം എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വരികയുമായിരുന്നു. പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ വിനോദ് കുമാറിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുവാനായത്. ഉപ്പളയിലെ പ്രോമിസ് ഹോട്ടലിന് മുകൾ വശത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് വിനോദ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണെന്നാണ് അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. പുഴുവരിച്ച് മൃതപ്രായനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളെ ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരെ അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ സഹായത്തോടെയാണ് ഷെയ്ഖ് സായിദ് ഓൾഡ് ഏജ് ഹോമിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബോൺ മുഹമ്മദ് കുഞ്ഞി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉമ്പായി പെരിങ്കടി അടക്കമുള്ള ആളുകൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സായിദ് വൃത്തമന്ദിരത്തിൽ ഏൽപ്പിച്ച വിനോദ് കുമാർ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹോം കെയർ പ്രവർത്തനം നടത്തുന്നതിനായി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. എന്നെ നെല്ലിക്കുന്നി MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു.
കാസർഗോഡ് ജില്ലാ കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാസർഗോഡ് സോണൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഹോം കെയർ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ വാഹനം തീർച്ചയായും കാസർഗോഡ് നഗരത്തിലെ എല്ലാ രോഗികൾക്കും അതുപോലെ തന്നെ ശയ്യാപരിമികളായ വീടുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഒരുപാട് നന്മയും ഗുണവും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇത് ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിപാടിയിൽ കനിവ് കോർഡിനേഷൻ സെക്രട്ടറി K. കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ E. അബ്ബാസ് ബീഗം, CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P. ദാമോദരൻ, ട്രഷറർ AM അബ്ദുൽ ഖാദർ, ജില്ലാ കമ്മിറ്റി മെമ്പർ C. ശാന്തകുമാരി ടീച്ചർ, പ്രസിഡന്റ് K. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഹനീഫ്, AR ധന്യവാദ്, രവീന്ദ്രൻ MK തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൗലാന ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ് കെയർ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള 7ാമത് ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ഷേപ്പ് അപ്പ് 2025 മെയ് 25 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ മൗലാന ആശുപത്രിയിലെ മൗലാന ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ് കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത് ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ഷേപ്പ് അപ്പ് മെയ് 25 കാസർഗോഡ് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കുറേ പേഷ്യൻസിൻ്റെ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ടാവും. അവരുടെ അനുഭവങ്ങൾ അവർ പറയുക. ഇപ്പം 100-200 കിലോ വെയിറ്റ് ഉള്ളവർ കുറേ കുറഞ്ഞു, എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ചയുണ്ടാവും. പിന്നെ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ കുറച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. എന്താണ് ഒബിസിറ്റി, എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് എങ്ങനെ നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മളുടെ എൻഡോക്രോണോളജിസ്റ്റിൻ്റെയും ഡയറ്റീഷ്യൻ്റെയും എന്താണ് സർജറി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന 1-2 ക്ലാസ്സുകളും കാണും. അതാണ് അതിപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി നമ്മൾ 1 മണിക്ക് തീരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൗലാന ആശുപത്രി സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ PC രാംദാസ്, പ്രകാശ്, ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിക്കുന്ന ഡോക്ടർ A. രജിത റാണിക്ക് കാസർഗോഡ് ജില്ലാ KGHMOA യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി മെയ് മാസം 31-ാം തീയതി റിട്ടയർ ചെയ്യുന്ന ഡോക്ടർ A. രജിത റാണിക്ക് കാസർഗോഡ് ജില്ലാ KGHMOA യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കാസർഗോഡ് ജില്ലാ KGHMOA പ്രസിഡന്റ് ഡോക്ടർ രതീഷ് P. അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മ EK പരിപാടി ഉദ്ഘാടനം ചെയ്തു. KGHMOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ മുജീബ് റഹ്മാൻ CH സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ വിപിൻ രാജ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ നാദിര A, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ശോഭ K, ഡോക്ടർ സുജയ നായർ, ഡോക്ടർ അമ്പിലി B എന്നിവർ സംസാരിച്ചു. ട്രഷറർ ഡോക്ടർ നിർമ്മല നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം വെടിവെച്ചു കൊന്നാൽ ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ അനുമതി നൽകണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ EP ജയരാജൻ പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് CCF ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന് മുന്നോടിയായി നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോളിച്ചാലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം വെടിവെച്ചു കൊന്നാൽ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ EP ജയരാജൻ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം പരിഹരിക്കുക,
കർഷകർക്കും കൃഷിക്കും സംരക്ഷണമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് CCF ഓഫീസിനു മുന്നിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോളിച്ചാലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ലീഡർ കൂടിയായ EP ജയരാജൻ. സംഘാടക സമിതി ചെയർമാൻ ഒക്ലാവ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CK രാജേന്ദ്രൻ, T വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി അൻവറും അഫാസും യാത്രയായി. മാണിക്കോത്ത് പള്ളിക്കുളത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അഫാസും അൻവറും മുങ്ങി മരിച്ചത്. ചെർക്കള ബേവിഞ്ച കുന്നിൽ 5 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കത്തിനശിച്ചു. അപകടത്തിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിങ്ങുകൾ തടയും. യോഗോത്സവം 2025 ശനി ഞായർ ദിവസങ്ങളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഴക്കാലം എത്താറായിട്ടും മഞ്ചേശ്വരത്തെ സുറുമാത്തോട് വൃത്തിയാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. പ്രതിഷേധം ശക്തം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.